നല്ല ജോലി കിട്ടണം എന്നാഗ്രഹിച്ച് അന്വേഷിച്ച് പ്രയാസപ്പെടുന്ന ആളുകളാണ്. എന്നാൽ നിങ്ങൾക്കൊരു പ്രധാനപ്പെട്ട ആയത്താണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അള്ളാഹുവും അവൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഇഷ്ടപ്പെടുന്ന, പൊരുത്തപ്പെടുന്ന നല്ല നിലയിൽ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും ഈ ദുന്യാവിൽ ജീവിക്കുന്ന കാലം അത്രയും സന്തോഷത്തോടുകൂടെ നീങ്ങാൻ വേണ്ടി നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ നല്ല ഒരു ജോലി ലഭ്യമാവാൻ വേണ്ടി നാം ചെയ്യേണ്ടത് ഈ 2 ആയത്ത് ഓതുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും നിസ്കാരങ്ങൾക്ക് ശേഷം ഈ ആയത്ത് ഓതുക. എന്നാൽ നമുക്ക് നല്ല ജോലി അള്ളാഹു നമുക്ക് നൽകും. റബ്ബ് തന്നെയാണല്ലോ എല്ലാം തരുന്നവൻ. ആ റബ്ബ് തന്നെ നമുക്ക് ജോലി തരും. ഇൻഷാ അല്ലാഹ് അതിനുവേണ്ടി നമ്മൾ ഈ ആയത്തുകൾ ഓതുക എന്നുള്ളതാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولا تؤمنوا إلا لمن تبع دينكم قل إن الهدى هدى الله أن يؤتى أحد مثل ما أوتيتم أو يحاجوكم عند ربكم قل إن الفضل بيد الله يؤتيه من يشاء والله واسع عليم. രണ്ടാമത്തെ ആയത്ത് അഥവാ സൂറത്ത് ആല് ഇമ്രാനിലെ 73 പിന്നെ 74 ആയത്തും കൂടെയാണ്. യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാഅ വല്ലാഹു ദുൽ ഫദ്ലിൽ അളീം. ഈ 2 ആയത്തുകൾ ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും നിസ്കാരങ്ങൾക്ക് ശേഷം, ഫർദ് നിസ്കാര ശേഷമൊക്കെ നിത്യമായി നമ്മൾ ഓതിക്കഴിഞ്ഞാൽ, എന്നിട്ട് നല്ലതുപോലെ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തും ചൊല്ലി, എപ്പോഴും സ്വലാത്ത് നമ്മൾ നിത്യമാക്കണമല്ലോ, സ്വലാത്തും ചൊല്ലിയിട്ട് പടച്ചറപ്പിൻ്റെ ദർബാറിലേക്ക് 2 കരങ്ങളും ഉയർത്തിയിട്ട് മനമുരുകി ഒന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നമുക്ക് നല്ല ജോലി റബ്ബ് എന്തായാലും നൽകും. അള്ളാഹു നമുക്കൊക്കെ നല്ല ജോലി നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.